നമസ്കാരം. പ്രധാന വാർത്തകൾ. കുമ്പള മുരളി വധം കസ്റ്റഡിയിൽ വിട്ട പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് തുടങ്ങി. ചെമ്പരിക്ക ഗാസിയുടെ മരണം ആത്മഹത്യയാണെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് മുൻ SP പി ഹബീബ് റഹ്മാൻ. മുസ്ലിം ലീഗിൽ അംഗത്വമെടുക്കാൻ ഒരു സമുദായ സംഘടനകളുടെയും അംഗീകാരം ആവശ്യമില്ലെന്നും ഹബീബ് റഹ്മാൻ. KCN എക്സ്ക്ലൂസീവ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ 2 ആംബുലൻസുകളും കട്ടപ്പുറത്ത്. അപകടത്തിൽപ്പെട്ട ആംബുലൻസുകൾ 1.5 മാസമായിട്ടും നന്നാക്കിയില്ല. നടപടിയെടുക്കാതെ അധികൃതർ. KCN ഇൻവെസ്റ്റിഗേഷൻ. മഞ്ചേശ്വരത്ത് മീൻ വിൽപ്പന മത്സ്യ മാർക്കറ്റിന് പുറത്ത്. ടൗണിലെത്തുന്നവർ ദുരിതത്തിൽ. പഞ്ചായത്ത് അധികൃതർക്ക് മൗനം. ബാർക്കോഴ വിവാദം. KM മാണിയുടെ രാജിക്കായി മുറവിളി. കാഞ്ഞങ്ങാട്ട് AIYF പ്രവർത്തകരുടെ പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. കുമ്പള മുരളി കൊലക്കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് തുടങ്ങി. കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതികളുമായി അന്വേഷണ സംഘം മുരളിയെ കൊലപ്പെടുത്തിയ സീതാങ്കോളിയിലും സമീപത്തും ശനിയാഴ്ച തെളിവെടുപ്പ് നടത്തി. 1-ാം പ്രതി കുമ്പള അനന്തപുരത്തെ ശരത് രാജ്, മറ്റു പ്രതികളായ കുതിരപ്പാടിയിലെ ദിനേശ് ആചാര്യ, ഭരത് രാജ്, ബേള ദർബത്തടിക്കയിലെ മിഥുൻ കുമാർ എന്നിവരെയാണ് 3 ദിവസത്തേക്ക് CGM കോടതി കസ്റ്റഡിയിൽ വിട്ടത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെയും കൊണ്ട് അന്വേഷണ സംഘം തെളിവെടുപ്പ് ആരംഭിച്ചു. കൊലയിലെ ഗൂഢാലോചനയെക്കുറിച്ച് ആലോചിക്കണമെന്നാവശ്യപ്പെട്ട് മുരളിയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിട്ട് കണ്ട് പരാതി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൊലയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പ്രതികൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുവാനായിരിക്കും പോലീസ് പ്രഥമ പരിഗണന നൽകുകയെന്നാണ് സൂചന. കസ്റ്റഡി ലഭിച്ച പ്രതികളെയും കൊണ്ട് പോലീസ് സംഘം കൊല നടന്ന സ്ഥലമായ സീതാങ്കോളിക്ക് സമീപത്തെ മരമില്ലിനടുത്തും തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം സീതാങ്കോളി, പുത്തികെ എന്നിവിടങ്ങളിലും പ്രതികളെയും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. കൊലയ്ക്ക് ശേഷം പ്രതികൾ തങ്ങിയതായി പറയുന്ന സ്ഥലങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്തും. കഴിഞ്ഞ മാസം 27-നാണ് സുഹൃത്ത് മഞ്ജുനാഥയോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ CPM പ്രവർത്തകനായ മുരളി കുത്തേറ്റ് മരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്പരിക്ക മംഗലാപുരം കാസിയായിരുന്ന CM അബ്ദുള്ള മൗലവിയുടെ മരണം ആത്മഹത്യയാണെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് മുൻ SP പി ഹബീബ് റഹ്മാൻ പറഞ്ഞു. മുസ്ലിം ലീഗിൽ അംഗത്വമെടുക്കാൻ ഒരു സമുദായ സംഘടനയുടെയും അംഗീകാരം ആവശ്യമില്ലെന്നും ഹബീബ് റഹ്മാൻ കൂട്ടിച്ചേർത്തു. KCN എക്സ്ക്ലൂസീവ്. ചെമ്പരിക്ക മംഗലാപുരം കാസിയായിരുന്ന CM അബ്ദുള്ള മൗലവിയുടെ മരണം ആത്മഹത്യയാണെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് മുൻ SP പി ഹബീബ് റഹ്മാൻ പറഞ്ഞു. പോലീസിന്റെ ആദ്യകാല നിഗമനങ്ങളും ആത്മഹത്യ അല്ല എന്ന് തന്നെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലാത്തതുകൊണ്ട് താൻ കേസിൽ ഇടപെട്ടിട്ടില്ലെന്നും പി ഹബീബ് റഹ്മാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. ആ ആത്മഹത്യയാണെന്ന് എൻ്റെ മേൽ വെച്ച് കെട്ടിയവർക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടായിരിക്കണം. പക്ഷെ ഞാൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ മരണം ദുരൂഹമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ ഇതേപോലെ തന്നെ ആ ദുരൂഹത മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നത് ഖേദകരമാണ്. ചില സമസ്ത നേതാക്കൾ തന്നെ എതിർക്കുന്നത് തെറ്റിദ്ധാരണ കൊണ്ടാണ്. തൻ്റെ ശത്രുക്കൾ ഒരുക്കിയ കെണിയിൽ സമസ്ത നേതാക്കൾ വീണു പോവുകയായിരുന്നു. മുസ്ലിം ലീഗിൽ അംഗത്വമെടുക്കാൻ ഒരു സമുദായ സംഘടനയുടെയും അംഗീകാരം വേണമെന്ന് തോന്നുന്നില്ല. സമുദായ സംഘടനകൾ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടതില്ലെന്നാണ് തൻ്റെ നിലപാട്. മുസ്ലിം ലീഗിൽ അംഗത്വം ലഭിക്കാൻ താൻ അപേക്ഷ കൊടുത്തിട്ടില്ല. ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CT അഹമ്മദ് അലി അടക്കമുള്ള നേതാക്കൾ തൻ്റെ വീട്ടിൽ വന്ന് ലീഗിൽ ചേരാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ഹബീബ് റഹ്മാൻ കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗിൽ ചേരാൻ ഒരു ഏതെങ്കിലും മതസംഘടനയിലെ അംഗത്വം അല്ലെങ്കിൽ അഭിപ്രായം വേണമെന്നുള്ള ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മുസ്ലിം ലീഗിൽ എല്ലാ മതസംഘടനകളിലുള്ള ആൾക്കാരും അതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ മനസ്സിലാക്കിയെടുത്ത മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ആ ജനാധിപത്യ പാർട്ടിയിൽ ആർക്ക് വേണമെങ്കിലും ചേരാം. മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങളായി പൊരുത്തപ്പെടണമെന്ന് മാത്രമേ അതിൽ ഇതുള്ളൂ. ഞാൻ ആശയമായ മുസ്ലിം ലീഗിൻ്റെ ആശയമായി നല്ല പൊരുത്തമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുസ്ലിം ലീഗിൽ ചേരാൻ സമ്മതം അറിയിച്ചത്. ലീഗിൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ലീഗിലേക്ക് ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ലീഗിൽ ചേരാൻ തീരുമാനിച്ചത്. അത് ലീഗിൻ്റെ ഉന്നതനായ വ്യക്തിയാണ് എൻ്റെ വീട്ടിലേക്ക് അവരുടെ സഹപ്രവർത്തകരുമായി വന്ന് എന്നോട് ലീഗിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എൻ്റെ തീരുമാനം. ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം ഞായറാഴ്ച രാത്രി 10 മണിക്ക് KCN ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന അതിഥി പരിപാടിയിൽ കാണാം. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ 2 ആംബുലൻസുകളും കട്ടപ്പുറത്ത്. അപകടത്തിൽപ്പെട്ട ആംബുലൻസുകൾ കട്ടപ്പുറത്തിരിക്കാൻ തുടങ്ങിയിട്ട് 1.5 മാസം പിന്നിടുന്നു. എന്നിട്ടും ബന്ധപ്പെട്ടവർക്ക് കുലുക്കമില്ല. KCN ഇൻവെസ്റ്റിഗേഷൻ.
ജില്ലയിലെ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രങ്ങളിലൊന്നായ ജനറൽ ആശുപത്രിയിലെ 2 ആംബുലൻസുകളും കട്ടപ്പുറത്ത്. ഇതിൽ ആദ്യത്തെ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടിട്ട് 1.5 മാസം പിന്നിടുമ്പോഴും നന്നാക്കാനുള്ള നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. സെപ്റ്റംബർ 16-നാണ് മംഗലാപുരത്തേക്ക് രോഗിയെ എത്തിച്ച് മടങ്ങി വരുന്നതിനിടെ ആംബുലൻസ് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിനടുത്തെ കുഴിയിലേക്ക് മറിഞ്ഞു വീണത്. 2 ആഴ്ച മുമ്പ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി സ്വകാര്യ വാഹനവുമായി കൂട്ടിയിടിച്ച് 2ാമത്തെ ആംബുലൻസും പെരുവഴിയിലായി. ആരോഗ്യവകുപ്പിന്റെ വാഹനങ്ങൾ കേടുപാടുകൾ സംഭവിച്ചാൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് വിവരം അറിയിക്കണമെന്നും മെഡിക്കൽ ഓഫീസറുടെ കീഴിലുള്ള ഇലക്ട്രിക്കൽ മെക്കാനിക് എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെന്നുമാണ് നിയമം. ജില്ലയിൽ മെക്കാനിക്കിന്റെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. എസ്റ്റിമേറ്റ് തയ്യാറാക്കാത്തതിനാൽ വാഹനം നന്നാക്കാനാവാതെ വർക്ക്ഷോപ്പിൽ കിടക്കുകയുമാണ്. അപകടം നടന്ന ഉടനെ തന്നെ ഇക്കാര്യം DMOയെ അറിയിച്ചതാണെന്നും അവിടെ നിന്നാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടതെന്നും ജനറൽ ആശുപത്രി അധികൃതർ പറയുന്നു. ആംബുലൻസ് എന്ന അവശ്യ സേവനത്തിന്റെ കാര്യത്തിൽ പോലും ആരോഗ്യവകുപ്പ് ജില്ലയോട് കാണിക്കുന്ന അവഗണനയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ചെറിയ നിരക്കിൽ ലഭിക്കുന്നതുകൊണ്ട് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഏറെ ആശ്വാസം പകർന്നിരുന്ന ആംബുലൻസുകൾ കട്ടപ്പുറത്തായതോടെ വലിയ വാടക നൽകി സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാർ. എസ്റ്റിമേറ്റിന്റെയും ഒഴിവുകളുടെയും സാങ്കേതികത്വം പറഞ്ഞ് നടപടികൾ പിന്നെയും നീട്ടിക്കൊണ്ടുപോകുമ്പോൾ രോഗികൾക്ക് ലഭിക്കേണ്ട അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത്. മഞ്ചേശ്വരം മീൻ മാർക്കറ്റ് പേരിൽ മാത്രമായി ഒതുങ്ങുന്നു. മീൻ കച്ചവടം നടക്കുന്നത് മാർക്കറ്റിന് പുറത്തുള്ള റോഡിന്റെ വശങ്ങളിൽ. മീൻ മാർക്കറ്റ് ഉണ്ടായിട്ടും പുറത്ത് കച്ചവടം നടത്തുന്നത് ടൗണിലെത്തുന്നവർക്ക് തീരാദുരിതമായി മാറിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണെങ്കിലും മഞ്ചേശ്വരം മീൻ മാർക്കറ്റിലെ മത്സ്യവില്പന കെട്ടിടം ആളൊഴിഞ്ഞ വീട് പോലെയാണ്. മത്സ്യവില്പനയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ കച്ചവടം നടത്തുവാൻ ഇതുവരെയായും ആരും തയ്യാറായിട്ടില്ല. മീൻ കച്ചവടം ഇപ്പോഴും പൊടിപൊടിക്കുന്നത് മാർക്കറ്റിന് പുറത്തുള്ള റോഡുകളുടെ വശങ്ങളിലാണ്. മീൻ വിൽപ്പന റോഡിൻ്റെ വശങ്ങളിലായതിനാൽ മഞ്ചേശ്വരം ടൗണിലെത്തുന്നവർ വർഷങ്ങളായി തീരാദുരിതത്തിലാണ്. പല കച്ചവടക്കാരും മീൻവെള്ളവും അവശിഷ്ടങ്ങളും വിൽപ്പനയ്ക്ക് ശേഷം ഇവിടെ തന്നെ നിക്ഷേപിക്കുന്നതിനാൽ പലരും ഇതുവഴി നടന്നു പോകുവാൻ പോലും മടി കാണിക്കുകയാണ്. മാലിന്യങ്ങൾ യഥാസമയം മാറ്റാത്തതിനാൽ റോഡും പരിസരവും പകർച്ചവ്യാധികളുടെ കേന്ദ്രമായി മാറുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. മത്സ്യവില്പന റോഡിൻ്റെ വശങ്ങളിലായതിനാൽ സ്ഥലത്തെ വ്യാപാരികൾക്കും ഏറെ പ്രയാസമുണ്ടാകുന്നു. ವಸಂಗಡಿಯಲ್ಲಿ ಮೀನು ಮಾರುಕಟ್ಟೆ ಎಂಬುದಿದೆ. ಆದರೆ ಅದು ಅಲ್ಲಿ ಮೀನು ಮಾರುಕಟ್ಟೆ ಇದ್ದರೂ ಈ ಮೀನು ಮಾರುವವರು ಈ ನಮ್ಮ ಮೇಘಡವರ್ಸಿನ ಮುಂಭಾಗದಲ್ಲಿ ಜನರಿಗೆ ತೊಂದರೆ ಆಗುವ ರೀತಿಯಲ್ಲಿ ಇಲ್ಲಿ ಮಾರ್ತಿದ್ದಾರೆ. ಬಾಕಿದವರಿಗೆ ಉಪದ್ರ ಮಾಡ್ತಿದ್ದಾರೆ. ಯಾಕಂದರೆ ಗಾಡಿ ಬರಬೇಕಾದ್ರೆ ಅವರಲ್ಲಿ ಗಲಾಟೆ ಮಾಡೋದು, ಮತ್ತು ಬಂದ ಕಸ್ಟಮರ್ಸ್ ಸಹ ಒಂದು ಗಾಡಿ ತೆಗಿಬೇಕಾದ್ರೆ ಮೀನು ಮಾರಬೇಕು, ನಿಜ ಮೀನು ಎಲ್ಲರಿಗೂ ಬೇಕು. ಆದರೆ ಇಲ್ಲಿ 10 ಜನಗಳಿಗೆ ತೊಂದರೆ ಮಾಡಿ ಇಲ್ಲಿ ಮೀನು ಮಾರೋದು ಸರಿಯಲ್ಲ. ಹಾಗಾಗಿ ಇಲ್ಲಿ ಅಂತಂದರೆ ಮೀನು ಮಾರ್ಕೆಟ್ ಬೇರೆ ವ್ಯವಸ್ಥೆ ಮಾಡಬೇಕು. ಯಾಕಂದರೆ ಇಲ್ಲಿಂದ ಈ ಮೀನು ಮಾರ್ಕೆಟನ್ನು മാറതാകെ ಮಾಡಬೇಕು ಅಷ್ಟೇ. പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ കാരണമാണ് മാർക്കറ്റുണ്ടായിട്ടും മത്സ്യവില്പന പുറത്തു നടക്കുന്ന ദുരവസ്ഥ ഉണ്ടായതെന്ന് വ്യാപാരികൾ ആരോപിച്ചു. മത്സ്യവില്പന പുറത്തു നടക്കുന്നതിനെതിരെ നിരന്തരം പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തത് മത്സ്യവില്പനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഏജന്റുമാരെ സഹായിക്കാനാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. എന്നാൽ മത്സ്യ മാർക്കറ്റിലെ അസൗകര്യം മൂലമാണ് വിൽപ്പന റോഡിനു വശത്ത് നടത്തുന്നതെന്ന് മത്സ്യവില്പനക്കാർ പറഞ്ഞു. മാർക്കറ്റിലെ കെട്ടിടങ്ങളിൽ മീൻ വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള മതിയായ സൗകര്യങ്ങളില്ല. പഞ്ചായത്ത് ഇടപെട്ട് ഇതുവരെയായും മാർക്കറ്റിൽ നവീകരണ പ്രവർത്തനം നടത്തിയിട്ടില്ലെന്നും മത്സ്യവില്പനക്കാർ പരാതിപ്പെട്ടു. കുറ്റപ്പെടുത്തലുകളുടെ എല്ലാ വിരലുകളും നീളുന്നത് പഞ്ചായത്തിന് നേരെയാണ്. മത്സ്യവില്പനക്കാരുടെയും വ്യാപാരികളുടെയും സർവോപരി ടൗണിലെത്തുന്നവരുടെയും ദുരിതത്തിന് ആശ്വാസമാകുവാൻ ഇനിയെങ്കിലും പഞ്ചായത്ത് അധികൃതർ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് മുൻ ജില്ലാ കളക്ടറും ഹാസ്യ സാഹിത്യകാരനുമായ PC സനൽകുമാർ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. KM മാണിക്കെതിരെ യുവജന സംഘടനകളുടെ പ്രതിഷേധം ശക്തം. AIYF പ്രവർത്തകർ കാഞ്ഞങ്ങാട് പ്രതിഷേധ പ്രകടനം നടത്തി. ബാർ അഴിമതി പ്രശ്നത്തിൽ മന്ത്രി KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് വിവിധ യുവജന സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നു. AIYFന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം നടന്നു.
കാഞ്ഞങ്ങാട് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് രഞ്ജിത്ത് മടിക്കൈ, പ്രകാശൻ പള്ളിക്കാപ്പിൽ, എം ശ്രീജിത്ത്, രതീഷ് കണ്ണോത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. മധൂരിൽ സംഘടിപ്പിച്ച മദ്യവർജന യാത്ര ശ്രദ്ധേയമായി. ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും PTA-യും ചേർന്നാണ് യാത്ര സംഘടിപ്പിച്ചത്. മധൂർ ക്ഷേത്ര സമീപത്തു നിന്നും ആരംഭിച്ച യാത്ര NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സ്കൂൾ കുട്ടികൾ തെരുവു നാടകവും അവതരിപ്പിച്ചു. ഞായറാഴ്ച നടക്കുന്ന രണ്ടാമത്തെ യാത്ര പറക്കലയിൽ നിന്നും ബ്രഹ്മശ്രീ വിഷ്ണു അസതന്ത്രി ഉദ്ഘാടനം ചെയ്യും. കരാട്ടെ ഉൾപ്പെടെയുള്ള കായിക പരിശീലനങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഷാജി A. നാരായണൻ വേൾഡ് കരാട്ടെ ഫെഡറേഷൻ ടൂർണമെന്റിൽ മത്സരിക്കുവാൻ സ്പോൺസർമാരെ തേടുന്നു. ടൂർണമെന്റിൽ മത്സരിക്കുവാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനാലാണ് ഷാജി സ്പോൺസർമാരെ തേടുന്നത്. കരാട്ടെ പരിശീലനത്തിനായി ജീവിതം സമർപ്പിച്ച് വിവിധ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ആവിക്കൽ സൗത്തിലെ ഷാജി നാരായണന് രാജ്യാന്തരമേളയിൽ പങ്കെടുക്കാൻ കടമ്പകളേറെ. ജപ്പാനിൽ വെച്ച് നടക്കുന്ന വേൾഡ് കരാട്ടെ ഫെഡറേഷൻ ടൂർണമെന്റിലേക്ക് ക്ഷണം ലഭിച്ചുവെങ്കിലും സാമ്പത്തിക പ്രയാസം ഷാജിക്ക് മുമ്പിൽ മേളയിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുകയാണ്. വർഷങ്ങളുടെ പരിശീലനത്തിന് ശേഷമാണ് ഷാജി നാരായണൻ കരാട്ടെ ഉൾപ്പെടെയുള്ള മുറകൾ സ്വന്തമാക്കിയത്. കരാട്ടയിൽ കൂടാതെ ജിംനാസ്റ്റിക്, കിക്ക് ബോക്സിംഗ്, ജൂഡോ, റെസ്ലിംഗ്, ഐക്കിഡോ തുടങ്ങിയ ഇനങ്ങളിലും ഷാജി പ്രാവീണ്യം നേടിയിട്ടുണ്ട്. അജാനൂർ കടപ്പുറത്തെ കളരി ഗുരുക്കളായിരുന്ന അച്ചുഗുരുക്കളുടെ മകൻ നാരായണന്റെയും ചിരുത കുഞ്ഞിയുടെയും മകനാണ് ഷാജി. കളരി പാരമ്പര്യത്തിന്റെ പൈതൃകമുള്ള ഷാജിയെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയിരുന്നു. കോഴിക്കോട് വെച്ച് നടന്ന ഓൾ ഇന്ത്യ സ്റ്റൈൽ മാർഷൽ ആർട്സിൽ 1ാം സ്ഥാനവും ബാംഗ്ലൂർ ഇൻവിറ്റേഷണൽ നാഷണൽ ലെവൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് പ്രൈസും സ്വന്തമാക്കിയിട്ടുണ്ട്. മാർഷൽ ആർട്സ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായ ഷാജിക്ക് കരാട്ടെ രംഗത്ത് 100 കണക്കിന് ശിഷ്യന്മാരുമുണ്ട്. രാജേഷ് മാഷിന്റെ കീഴിൽ കരാട്ടെ അഭ്യസിച്ച ഷാജി അന്താരാഷ്ട്ര രംഗത്ത് നടക്കുന്ന മേളയിലേക്ക് എത്തിക്കാൻ സ്പോൺസർമാരെയോ സംഘാടകരെയോ തേടുകയാണ്. 3 ലക്ഷം രൂപ ചെലവ് വരുന്ന യാത്രയ്ക്ക് സ്പോൺസർമാർ എത്തുമെന്നാണ് ഷാജിയുടെ പ്രതീക്ഷ. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സൗരോർജ്ജ പാനലിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി MK മുനീർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് 2013-2014 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച സൗരോർജ്ജ പാനലിന്റെ പ്രവർത്തനോദ്ഘാടനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിക്കും. ചടങ്ങിൽ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഭക്ഷണ കിറ്റ് ഉദുമ MLA K. കുഞ്ഞിരാമൻ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് സൗരോർജ്ജ പാനൽ സ്ഥാപിക്കൽ എന്നുള്ള പദ്ധതിയുടെ ഉദ്ഘാടനമാണ് വരുന്ന തിങ്കളാഴ്ച ബഹുമാന്യനായ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 13,69,000 രൂപ വികസന ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായ കെൽട്രോണിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ സഹദുള്ള, വൈസ് പ്രസിഡന്റ് കലക്ടർ അബ്ദുൽ ഖാദർ, സെക്രട്ടറി TT സുരേന്ദ്രൻ, ഷംസുദ്ദീൻ തെക്കിൽ, സെറീന അബ്ദുല്ലക്കുഞ്ഞ്, രമ ഗംഗാധരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കാസർഗോഡ് ഗുഡ്ഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിന്റെ ക്ഷണപത്രിക പ്രകാശനം ചെയ്തു. മഹാവിഷ്ണു പ്രതിഷ്ഠ, ബ്രഹ്മകലശോത്സവം, വാർഷികോത്സവം എന്നീ പരിപാടികളുടെ ക്ഷണപത്രികയാണ് പ്രകാശനം ചെയ്തത്. ഗുഡ്ഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ശനിയാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി ക്ഷണപത്രികയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ಮತ್ತೆ ಅಷ್ಟಮಂಗ ಪ್ರಶ್ನೆಯಲ್ಲಿ ತಿಳಿಸಿದಂತೆ ಮಹಾವಿಷ್ಣುವಿನ ಸಾನ್ನಿಧ್ಯ ಇಲ್ಲಿ ಬೇಕು, ದೇವಸ್ಥಾನ ಆಗಬೇಕು ಅಂತ ತಿಳಿಸಿದಂತೆ ಆ ಕೆಲಸವನ್ನು ಭಕ್ತಾದಿಗಳು ಅತ್ಯಂತ ಶ್ರಮ ವಹಿಸಿ ಪೂರೈಸಿಕೊಂಡು ಬಂದಿದ್ದಾರೆ. ಇಷ್ಟು ಬೇಗ ಆಗಬೇಕಿದ್ರೆ ನಿಮ್ಮೆಲ್ಲ ಅವಿರತ ಶ್ರಮವೇ ಕಾರಣ. ಮುಖ್ಯವಾಗಿ ಭಗವಂತನ ಅನುಗ್ರಹ. ಆ ಅನುಗ್ರಹ ಸಿಗಬೇಕಿದ್ರೆ ನಮ್ಮ ಶ್ರಮ
ಅದು ಪರಿಶುದ್ಧವಾದ ಹೃದಯದಿಂದ ನಡೆಯಬೇಕಾಗ್ತದೆ. ചടങ്ങിൽ GK ഷെട്ടി അധ്യക്ഷത വഹിച്ചു. ഉമേഷ് ചാലിയാൻ, സുധാകര കോട്ടക്കുഞ്ചത്തായ തുടങ്ങിയവർ സംബന്ധിച്ചു. കൺസ്ട്രക്ഷൻ വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിൽ കാസർഗോഡ് നടക്കും. സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നത്. കാസർഗോഡ് നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസനം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ സാംസ്കാരികമായ വളർച്ചയാണ്, വിദ്യാഭ്യാസപരമായ വളർച്ചയാണ്. വിദ്യാഭ്യാസപരമായ ഒരു നാടിനെ വളരാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ നാട്ടിൽ ഇങ്ങനെ കുറേ ആകാശം മുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങളും അതുപോലെ തന്നെ കുറേ റോഡുകളും പാലങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയുമ്പോൾ അതിനോട് നിങ്ങളാരും വിയോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാസർഗോഡ് സഹകരണ ബാങ്ക് ഹാളിലാണ് സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നത്. ഉദ്ഘാടന ചടങ്ങിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KV രമണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഭാസ്കരൻ വടക്കൂട്ട്, ട്രഷറർ PK ചന്ദ്രൻ, അഡ്വൈസറി ചെയർമാൻ രാജൻ, ട്രസ്റ്റി മാനേജർ A പ്രേമൻ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാനായി എന്നെ നെല്ലിക്കുന്നി MLAയെയും വൈസ് ചെയർമാനായി CWSA ജില്ലാ പ്രസിഡന്റ് BK അബ്ദുൽ സമദിനെയും ജനറൽ കൺവീനറായി ജില്ലാ ജനറൽ സെക്രട്ടറി P ശിവാനന്ദനെയും തെരഞ്ഞെടുത്തു. തുടർന്ന് വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനത്തിനൊരുങ്ങി. സംഘാടക സമിതി രൂപീകരിച്ചു. ഹൊസ്ദുർഗിൽ നിർമ്മിച്ചു വരുന്ന മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം അന്തിമഘട്ടത്തിലായി. മിനുക്കുപണികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി. താലൂക്ക് ഓഫീസ്, RT ഓഫീസ്, സപ്ലൈ ഓഫീസ് തുടങ്ങിയ പ്രധാന സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങും. അതേസമയം പഴയ താലൂക്ക് ഓഫീസ് കെട്ടിടം ചരിത്ര സ്മാരകമാക്കി നിലനിർത്താനാണ് തീരുമാനം. മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം നവംബർ അവസാന വാരത്തോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഉദ്ഘാടന ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. സംഘാടക സമിതി രൂപീകരണ യോഗം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. സബ് കളക്ടർ K ജീവൻ ബാബു അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ, നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നൂറടി, AV രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് ബാബുരാജ്, വിനോദ്, ബംഗളം കുഞ്ഞികൃഷ്ണൻ, KV കൃഷ്ണൻ, M കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. രക്തസാക്ഷി കൊല്ലങ്കാനയിലെ ബാലകൃഷ്ണന്റെ പിതാവ് K അപ്പു വെളിച്ചപ്പാട് അന്തരിച്ചു. 95 വയസ്സായിരുന്നു. കാർത്തിയായനിയാണ് ഭാര്യ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കേരള സ്റ്റേറ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പട്രോൾ ലീഡേഴ്സ് ട്രെയിനിംഗ് ക്യാമ്പിന് തുടക്കമായി. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കേരളോത്സവം നവംബർ അവസാന വാരം പിലിക്കോട് നടക്കും. ഹോസ്ദുർഗ് ഉപജില്ലാ ശാസ്ത്രോത്സവം സമാപിച്ചു. കാഞ്ഞങ്ങാട് പൂക്കോയ AUP സ്കൂളിലാണ് ശാസ്ത്രോത്സവം നടന്നത്. ജനപങ്കാളിത്തത്തോടെ നടന്ന ശാസ്ത്രോത്സവം കാണാൻ 100 കണക്കിന് ആളുകളാണ് കാഞ്ഞങ്ങാട് കടപ്പുറം ALP സ്കൂളിൽ എത്തിയത്. പ്രവൃത്തി പരിചയമേളയിൽ 25 ഇനങ്ങളാണ് മത്സരത്തിനായി ഉണ്ടായിരുന്നത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് 35 ഇനങ്ങളിലും മത്സരം നടന്നു. പ്രവൃത്തി പരിചയമേളയിൽ സെന്റ് ആൻസ് AUP സ്കൂൾ നീലേശ്വരം ജേതാക്കളായി. UP വിഭാഗത്തിൽ സെന്റ് ആൻസ് AUP സ്കൂളും വിജയികളായി. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയികളായി. സാമൂഹ്യശാസ്ത്ര വിഭാഗത്തിൽ ഹോസ്ദുർഗ് ALP സ്കൂൾ ജേതാക്കളായി. UP വിഭാഗത്തിൽ മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക AUP സ്കൂൾ ജേതാക്കളായി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ആധിപത്യം ഉറപ്പിച്ചു. IT മേളയിൽ UP വിഭാഗത്തിൽ കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളും വിജയികളായി. സമാപന സമ്മേളനം എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. DDE രാഘവൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ NA ഖാലിദ് അധ്യക്ഷനായി. കൗൺസിലർമാരായ ഖദീജ മജീദ്, റഹ്മത്ത് മജീദ്, ഡോക്ടർ M ബാലൻ, TR ജനാർദ്ദനൻ, കരുണാകരൻ മാസ്റ്റർ, അബ്ദുൾ സത്താർ, നസീർ മാസ്റ്റർ, അബ്ദുൾ ഷരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. KK രാഘവൻ സ്വാഗതവും KV പ്രസീത കുമാരി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള മുരളീവധം കസ്റ്റഡിയിൽ വിട്ട പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് തുടങ്ങി. ചെമ്പരിക്ക ഗാസിയുടെ മരണം ആത്മഹത്യയാണെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് മുൻ SP P ഹബീബ് റഹ്മാൻ. മുസ്ലിം ലീഗിൽ അംഗത്വമെടുക്കാൻ ഒരു സമുദായ സംഘടനകളുടെയും അംഗീകാരം ആവശ്യമില്ലെന്നും ഹബീബ് റഹ്മാൻ. KCN എക്സ്ക്ലൂസീവ്. കാസർഗോഡ്
കോഴിക്കോട് ജനറൽ ആശുപത്രിയിലെ 2 ആംബുലൻസുകളും കട്ടപ്പുറത്ത്. അപകടത്തിൽപ്പെട്ട ആംബുലൻസുകൾ 1.5 മാസമായിട്ടും നന്നാക്കിയില്ല. നടപടിയെടുക്കാതെ അധികൃതർ. KCN ഇൻവെസ്റ്റിഗേഷൻ. മഞ്ചേശ്വരത്ത് മീൻ വിൽപ്പന മത്സ്യ മാർക്കറ്റിന് പുറത്ത്. ടൗണിലെത്തുന്നവർ ദുരിതത്തിൽ. പഞ്ചായത്ത് അധികൃതർക്ക് മൗനം. ബാർക്കോഴ വിവാദം. KM മാണിയുടെ രാജിക്കായി മുറവിളി. കാഞ്ഞങ്ങാട്ട് AIYF പ്രവർത്തകരുടെ പ്രതിഷേധം. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.